ഇനി HTML നമുക്കൊരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യണം. അതായത് ഇപ്പം നമ്മളൊരു ടെക്സ്റ്റ് കാണും, ആ ടെക്സ്റ്റിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ടെക്സ്റ്റ് എന്ന് എഴുതിയേക്കാമെന്ന് വിചാരിക്കുക. ആ ടെക്സ്റ്റിൽ നമ്മളിന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമുക്കൊരു വെബ്സൈറ്റിലേക്ക് മൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് HTML ലിങ്ക്സ് ആണ്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് href എന്ന് പറഞ്ഞുള്ള ടാഗ് കൊടുക്കും. ഓക്കെ, ഈ hrefനുള്ളിലാണ് നമ്മൾ എന്താണോ നമ്മളുടെ സൈറ്റിൻ്റെ ID, ആ URL നമ്മൾ മെൻഷൻ ചെയ്യണം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ hrefൻ്റെ ഇതാണ് നമ്മുടെ റെഫറൻസ് ലിങ്ക് എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ടെക്സ്റ്റ്, നമുക്ക് എന്താണ് ഒരു ഓൾട്ടർനേറ്റ് ടെക്സ്റ്റ് വേണ്ടത്, ആ ടെക്സ്റ്റ് നമ്മൾ ഇതിന് ശേഷം കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് കൊടുക്കുന്നത്, ഇപ്പോൾ ഹായ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഒരു URLലേക്ക് പോകണമെങ്കിൽ ഹായ് എഴുതി കൊടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ടെക്സ്റ്റ് നമ്മളിവിടെ ക്ലോസ് ചെയ്യും. ഓക്കെ, അപ്പം href ആണ് നമ്മളുടെ എന്ത് ചെയ്യുന്നത്, href ത്രൂ ആണ് നമ്മളൊരു ഹൈപ്പർ ലിങ്ക്, നമ്മൾ റെഫറൻസ് ലിങ്ക് നമ്മൾ ഒരു ടെക്സ്റ്റിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ പറയുവാണ്, ഇപ്പോൾ CSE എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമ്മുടെ എന്തായിരുന്നു www. അല്ലെങ്കിൽ TKMITയുടെ വെബ്സൈറ്റ്, നമ്മൾ നടക്കുന്നത് tkmit.ac.in എന്നുള്ള വെബ്സൈറ്റിലോട്ട് പോകണം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, ആദ്യമേ നമ്മൾ എന്ത് ചെയ്യണം, ഇത് hrefൽ വേണം കൊടുക്കാനായിട്ട്. hrefൽ വേണം നമ്മൾ ആ ഒരു കറസ്പോണ്ടിങ്ങായിട്ടുള്ള URL കൊടുക്കാനായിട്ട്. ഫോർ എൻ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് TKMIT ഫുൾ പാത്ത് കൊടുക്കണേ, ഞാൻ ചുമ്മാ എഴുതുന്നതേ ഉള്ളൂ. TKMIT.ac.in എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു. എന്നിട്ട് ഇത് ഞാൻ ക്ലോസ് ചെയ്യണം. എന്നിട്ടായിരിക്കും ഞാൻ ഓൾട്ടർനേറ്റ് ടെക്സ്റ്റ് കൊടുക്കുന്നത്. എന്തിന് ക്ലിക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, CSE എന്നുള്ള ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്തു, CSE കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആംഗിൾ ബ്രാക്കറ്റ് A ബ്രാക്കറ്റ് നമ്മൾ ക്ലോസ് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മളൊരു ലിങ്ക് നമ്മളുടെ കോഡിലേക്ക് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ CSE ആണ് ഇവിടുത്തെ ക്ലിക്ക് ചെയ്യേണ്ട പോർഷൻ. CSEയിൽ നമ്മളിങ്ങനെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, നമ്മൾ TKMIT.ac.in പോകും. ഓക്കെ, ഇപ്പം ഇത് തന്നേക്കുന്നത് എങ്ങനെയാണ്, വിസിറ്റ് KTU.in എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോഴേക്കും എന്ത് ചെയ്യണം, KTUൻ്റെ സൈറ്റിലേക്ക് പോകണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡ് എഴുതാം. എങ്ങനെ എഴുതാമെന്ന് നോക്കിക്കേ. ഇനി കംപ്ലീറ്റ് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. ഇവിടെ ഒരു ഹെഡിങ് ഉണ്ട്, അപ്പോൾ നമുക്കതിന് H1 കൊടുക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, H1 നമ്മളൊരു ഹെഡിങ് കൊടുക്കുവാണ്. എന്താ കൊടുക്കാൻ പോകുന്നത്, HTML ലിങ്ക് എന്നാണ് കൊടുക്കാൻ പോകുന്നത്. HTML ലിങ്ക്സ് അല്ലേ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഹെഡിങ് ആണ്, ഹെഡിങ് ക്ലോസ് ചെയ്യുക. H1 നമ്മൾ ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് വേണ്ട എന്താണ്, ഇവിടെ നമുക്കൊരു ഓൾട്ടർനേറ്റ് ടെക്സ്റ്റിനെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു വെബ്സൈറ്റിനെ നമുക്ക് കണക്ട് ചെയ്യണം അല്ലേ. അപ്പോൾ അവർ പോകേണ്ടത് KTU.edu.in എന്നുള്ള വെബ്സൈറ്റിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പാരഗ്രാഫാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ആ പാരഗ്രാഫിനകത്ത് hrefൽ വേണം നമ്മൾ ഈ URL കൊടുക്കാൻ. അപ്പോൾ URL എന്താ പറയുന്നത്, ഇപ്പോൾ നമ്മൾ KTU.edu.in ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താണോ ക്ലിക്ക് ചെയ്യാനുള്ള ടെക്സ്റ്റ് എന്താണ്, വിസിറ്റ് KTU.in എക്സ്ക്ലമേഷൻ, അത്ര നമ്മൾ അങ്ങനെ തന്നെ എഴുതി കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ആംഗിൾ ബ്രാക്കറ്റ് നമ്മൾ ക്ലോസ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ ഒരു വെബ്സൈറ്റിലേക്ക് നമ്മൾ ലിങ്ക് ചെയ്യാൻ വേണ്ടി കൊടുത്തു. യൂസറിന് കാണാൻ പറ്റുന്ന എന്ത് മാത്രമായിരിക്കും, വിസിറ്റ് KTU.in ആയിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും എന്ത് ചെയ്യും, ഈ ഒരു വെബ്സൈറ്റിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ലിങ്ക്സ് നമ്മളൊരു എന്ത് ചെയ്യുന്നത്, നമ്മുടെ ടാഗിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ബാക്കി എല്ലാം ചെയ്തോണേ, ഇത് ഞാൻ ചുമ്മാ ഒരു സെക്ഷൻ മാത്രമേ എഴുതുന്നുള്ളൂ, ചുമ്മാ ലെങ്തി ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രോഗ്രാം. അടുത്തത് HTML നമുക്ക് ഇമേജസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് IMG. ആ ഇമേജിന് നമ്മളൊരു സോഴ്സ് പ്രൊവൈഡ് ചെയ്യണം, SRC. സോഴ്സിനകത്ത് എന്താണോ സോഴ്സ് അത് നമ്മൾ കോഴ്സിനകത്ത് മെൻഷൻ ചെയ്യണം. എന്നിട്ട് ഒരു ഓൾട്ടർനേറ്റ് ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ ALT എന്താണോ നമുക്ക് ഓൾട്ടർനേറ്റ് ആയിട്ട് നമ്മൾ ഡിസ്പ്ലേ ചെയ്യേണ്ടത്, ആ ടെക്സ്റ്റ് പറഞ്ഞു കൊടുക്കുക. സംഭവം മനസ്സിലായോ? പക്ഷേ നമ്മളുടെ കയ്യിലിപ്പം ഒരു റോസ് എന്നുള്ളൊരു ഫ്ലവർ ഉണ്ടെന്ന് വിചാരിക്കാം. ഇങ്ങനെയാണ് നമ്മളാകെ കാണുന്നത്. അപ്പോൾ റോസ് ഫ്ലവറിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റും, ഒരു വെബ് പേജിനകത്ത് റോസാപ്പൂവിൻ്റെ ഒരു ഫോട്ടോ ഇങ്ങനെ കാണാൻ പറ്റണം. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ വെബ് പേജിനകത്ത് എന്ത് കാണത്തുള്ളൊരു ടെക്സ്റ്റ് ഡോക്യുമെൻ്റാണ്, അതെന്താണ്, റോസ് ആയിരിക്കും. ആ റോസിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമുക്കൊരു വെബ്സൈറ്റിൽ പോയിട്ട് അല്ലെങ്കിൽ വെബ് പേജിൽ നമുക്ക് റോസയുടെ പിക്ക് കാണാൻ പറ്റണം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇമേജ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തേക്കുന്നത് എന്താണ്, IMG SRC ഇമേജിൻ്റെ സോഴ്സാണ് കൊടുക്കാൻ പോകുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എവിടെയാണോ ഇമേജ് ഉള്ളത് അത് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് ALTയിലാണ് നമ്മൾ എന്താണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത് ആ ടെക്സ്റ്റ് പറഞ്ഞു കൊടുക്കേണ്ടത്. സോ ഇവിടുത്തെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, റോസാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ALTയിൽ റോസ് മെൻഷൻ ചെയ്തു. ആ റോസിന് നമുക്ക് സൈസ് കൊടുക്കാം.
വിഡ്ത്തും ഹൈറ്റും സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള ഡയമെൻഷൻസ് മെൻഷൻ ചെയ്യാം. ഓക്കെ, അപ്പം ഇമേജ് IMG SRC ആണ് കൊടുക്കുന്നത്. ഇമേജിൻ്റെ സോഴ്സ്, അതിൻ്റെ ഓൾട്ടർനേറ്റ് ടെക്സ്റ്റ് എന്താണെന്നുള്ളത് മെൻഷൻ ചെയ്യുക. കുഴപ്പമില്ലല്ലോ. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ഇമേജ് ടാഗ് എന്ന് പറയുന്നത്. IMG ടാഗ്, അതിന് നമ്മൾ SRC സോഴ്സിൽ സോഴ്സ് മെൻഷൻ ചെയ്യുക. എന്നിട്ട് ALTയിൽ നമ്മൾ ഓൾട്ടർനേറ്റ് ടെക്സ്റ്റും പറഞ്ഞു കൊടുക്കുക. സോഴ്സ് ഈസ് ഈക്വൽ ടു ഓൾട്ടർനേറ്റ് ടെക്സ്റ്റ് ഈസ് ഈക്വൽ ടു വിത്തിൻ കോഡ്സിൽ പറഞ്ഞു കൊടുക്കുക. നമ്മൾ കോഡ്സ് നമ്മൾ എന്ത് ചെയ്യും, ക്ലോസ് ചെയ്യും. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ അടുത്തൊരു കൺസിസ്റ്റൻ്റാണ്. നമുക്കൊരു ടേബിൾ നമ്മുടെ HTML പേജിൽ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഒരു ടാഗ് ക്രിയേറ്റ് ചെയ്യണം. ഇതൊരു ടേബിളാണെന്ന് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. അപ്പോൾ ടേബിളിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് ഏതാ, ടേബിൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടാഗുണ്ട്. ഓക്കെ, ഇപ്പോൾ ടേബിൾ എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യുന്ന ടാഗിന് ഒരു പെയ്ഡ് ടാഗാണ്. അത് ക്ലോസ് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, ടേബിൾ എന്നുള്ളത് മെൻഷൻ ചെയ്യണം. ഓക്കെ, ഈ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേബിളിൽ നമ്മൾ എപ്പോഴും ടേബിളിൻ്റെ വിഡ്ത്ത്, അതായത് നമ്മളിപ്പോൾ ഒരു ടേബിൾ ഫോമിൽ നമ്മളിങ്ങനെ ഒരു റോസ് ആൻഡ് കോളംസ് നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഇത് ടേബിളായി മാറുന്നത് അല്ലേ. അപ്പോൾ ഈ റോസ് ആൻഡ് കോളത്തിന് ബ്ലാക്ക് ഷെയ്ഡഡ് ആയിരിക്കണം, അല്ലെങ്കിൽ നോർമലി ബ്ലാക്ക് ഷെയ്ഡാണ് ഡീഫോൾട്ട് വാല്യൂ. ഈ ഒരു റോസും കോളംസും നമുക്ക് ആക്ച്വലി കാണണമെങ്കിൽ, ഡിസ്പ്ലേ ചെയ്ത് കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ബോർഡർ നമ്മൾ സെറ്റ് ചെയ്യണം. എന്ത് സെറ്റ് ചെയ്യണം, നമ്മൾ ബോർഡർ നമ്മൾ സെറ്റ് ചെയ്യണം. ഓക്കെ, സോ ബോർഡർ ഈസ് ഈക്വൽ ടു അതിൻ്റെ വാല്യൂ കോഡ്സിൽ പറഞ്ഞു കൊടുക്കുക. 1 ആണെന്ന് പറയാം. എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, ഒരു 1 പിക്സൽ സൈസിൽ നമുക്ക് എന്ത് കിട്ടും, ഒരു കോളംസ്. നമ്മളിപ്പോൾ വരയ്ക്കാൻ പോകുന്ന ടേബിളിന് കോളംസും കാണും, റോസും കാണും. ഓക്കെ, നമ്മൾ ചുമ്മാതെ ഇപ്പം ഞാൻ കൊടുക്കുവാണ് ടേബിൾ എന്ന് പറഞ്ഞ് മാത്രം കൊടുക്കുവാണെങ്കിൽ അവിടെ ഒരു ടേബിൾ ക്രിയേറ്റ് ആവും. പക്ഷേ അതെന്താ, ഇപ്പോൾ ഇവിടുത്തെ ടേബിളിനകത്ത് നെയിമുണ്ട്, ബ്രാഞ്ചുണ്ട്, മാർക്സ് ഉണ്ട്. അപ്പോൾ എന്താ, ഇങ്ങനെ സ്പേസിങ്ങും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യത്തുള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് ആ വിഷ്വലി നമുക്ക് കാണാൻ പറ്റുന്ന ഈ റോയും കോളവും കാണത്തില്ല. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി എന്ത് ചെയ്യണം, ടേബിളിൻ്റെ ബോർഡർ നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ടാഗ് പഠിച്ച് ടേബിളിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗിൻ്റെ പേരെന്താണ്, ടേബിളിൻ്റെ കേസിൽ നമുക്ക് ബോർഡർ സൈസ് സെറ്റ് ചെയ്യാം. ബോർഡർ ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, ഒരു ടേബിൾ ക്രിയേറ്റ് ആവും. അതിൽ ബോർഡർ, അതിൻ്റെ ഓരോ റോസ് ആൻഡ് കോളത്തിൻ്റെ ഒരു ബോർഡർ ഉണ്ടായിരിക്കും. വിത്ത് സൈസ് 1 പിക്സൽ സൈസിലൊരു ബോർഡർ ജനറേറ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ടേബിൾ പഠിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടേബിളിലേക്ക് ഡേറ്റ ഫില്ല് ചെയ്യുന്നത് ടേബിൾ റോസ് ആയിട്ടാണ്. എന്താണ്, റോസ്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ഫസ്റ്റ് റോ ഫില്ല് ചെയ്യും, രണ്ടാമത് നമ്മൾ സെക്കൻഡ് റോ ഫില്ല് ചെയ്യും, പിന്നെ നമ്മൾ തേർഡ് റോ ഫില്ല് ചെയ്യും. അങ്ങനെയൊക്കെ റോ ബൈ റോ ആയിട്ടായിരിക്കും നമ്മൾ ഓരോ തവണ ഡേറ്റ കൊടുക്കുന്നത്. അപ്പം ആദ്യത്തെ ഒരു റോയ്ക്ക് വേണ്ടിയിട്ട്, ടേബിൾ റോയ്ക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗ് എന്താണ്, TR. ഓക്കെ, ഈ ഓരോ റോയിലുള്ള ഡേറ്റ, അതായത് റോ വൈസ് ഡേറ്റ, റോയിലുള്ള ഡേറ്റ, അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടേബിളിനെ നമ്മൾ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ റോയിലുള്ള ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, നെയിം, ബ്രാഞ്ച്, മാർക്സ്. അത് ഡേറ്റയുടെ ആക്ച്വലി നമ്മുടെ ടേബിളിൻ്റെ ഹെഡിങ് ആണോ, അതായത് ആട്രിബ്യൂട്ട്സ് ആണോ, അതോ അതിനകത്തുള്ള വാല്യൂസ് ആണോ? വാല്യൂസ് അല്ലല്ലോ, ഹെഡിങ്സ് അല്ലേ. അപ്പോൾ നമുക്ക് നെയിം എന്നൊരു ഹെഡിങ് ഉണ്ട്, ബ്രാഞ്ച് എന്നൊരു ഹെഡിങ് ഉണ്ട്, മാർക്ക് എന്നൊരു ഹെഡിങ് ഉണ്ട്. അപ്പോൾ ടേബിളിൻ്റെ സെൻട്രലായിട്ട് ബോൾഡായിട്ട് ഈ ഡേറ്റ വാല്യൂസിനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അതെന്താണെന്ന്, ഹെഡിങ് ആണെന്ന് അല്ലേ. അപ്പോൾ ടേബിൾ ഹെഡിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് TH. എന്താണ്, TH. ഓക്കെ, അപ്പോൾ റോയിൽ ടേബിൾ ഹെഡിങ്സ് ആയിട്ട് ആരൊക്കെ വരണം, നെയിം വരണം, ബ്രാഞ്ചും വരണം, മാർക്കും വേണം. അപ്പോൾ നമുക്ക് ഈ ടേബിളിൻ്റെ ആദ്യത്തെ റോ നമുക്ക് ഫില്ല് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു, സ്റ്റുഡൻറ്റ് ടേബിൾ എടുത്തു. ടേബിൾ റോയിൽ ആദ്യത്തെ ഡേറ്റ എന്താണ്, ടേബിൾ ഹെഡിങ് ആണ്. അപ്പോൾ ആദ്യത്തെ ഹെഡിങ് എന്താണ്, നെയിമാണ്. രണ്ടാമത്തെ ഹെഡിങ് എന്താണ്, ബ്രാഞ്ചാണ്. മൂന്നാമത്തെ ഹെഡിങ് എന്താണ്, മാർക്കാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഫസ്റ്റ് റോ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഇതേപോലെ ഓരോ റോ ബൈ റോ വേണം നമുക്ക് ഫില്ല് ചെയ്യാൻ. അടുത്തെന്ന് പറഞ്ഞാൽ എന്താണ്, നെക്സ്റ്റ് റോയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, TR കൊടുക്കും. ആ ടേബിൾ റോയിൽ നമ്മൾ കൊടുക്കുന്ന ഡേറ്റ എന്താണ്, ആര്യൻ, കമ്പ്യൂട്ടർ സയൻസ് 150 അല്ലേ. ഇതൊരു ഹെഡിങ് ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുമായിരുന്നു, TH എന്നുള്ള ടാഗ് യൂസ് ചെയ്യുമായിരുന്നു. ഇതൊരു റോ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, TR എന്നുള്ള ടാഗ് യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ടേബിൾ റോയ്ക്കകത്തുള്ള ഓരോ ഡേറ്റ ആയതുകൊണ്ട് നമ്മൾ എന്ത് കൊടുക്കും, TD എന്ന് പറഞ്ഞ് കൊടുക്കും. ടേബിൾ ഹെഡിങ്ങോ അല്ലെങ്കിൽ ടേബിൾ ഡേറ്റയോ ആയിരിക്കാം. അപ്പം ഓരോ TRലും ഉള്ള ഡേറ്റ വാല്യൂസ് ഒന്നെങ്കിൽ ഹെഡിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡേറ്റ വാല്യൂസ് ആയിരിക്കാം. അപ്പോൾ TD ആണെങ്കിൽ ഫസ്റ്റ് ഡേറ്റ എന്ത് കൊടുക്കും, ആര്യൻ എന്ന് പറഞ്ഞ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു, TD ക്ലോസ് ചെയ്തു, ടേബിൾ ഡേറ്റ ക്ലോസ് ചെയ്തു. ഇതേപോലെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ഫില്ല് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ
നമുക്ക് ആദ്യത്തെ ഡേറ്റ ആര്യൻ, നെക്സ്റ്റ് ഡേറ്റ കമ്പ്യൂട്ടർ സയൻസ്, അതിൻ്റെ നെക്സ്റ്റ് ഡേറ്റ 150, അടുത്ത റോ അടുത്ത റോ കഴിഞ്ഞു. വീണ്ടും നെക്സ്റ്റ് റോയിലോട്ട് പോയിട്ട് അവിടെ സോന ഇലക്ട്രിക്കൽ 220 അത് കൊടുക്കും. ഇങ്ങനെ നമ്മൾ ടേബിൾ 1 by 1 ആയിട്ട് നമ്മൾ ഫില്ല് ചെയ്യും. അക്ഷയ് ഫുഡ് ടെക്നോളജി 350 അതായിരുന്നു നെക്സ്റ്റ് ടേബിൾ ഡേറ്റ. ഇതേപോലെ എല്ലാ ടേബിൾ എലമെൻറ്റ്സും കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ ടേബിൾ എന്താണ് ക്ലോസ് ചെയ്യണം, ബോഡി ക്ലോസ് ചെയ്യണം, HTML ക്ലോസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ടേബിളിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ടേബിൾ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഇത്രയും നേരം നമ്മൾ ജസ്റ്റ് സിൻടാക്സ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കുന്നതെങ്കിൽ നമുക്കതെങ്ങനെയാണ് കംപ്ലീറ്റ് ആയിട്ട് എഴുതുന്നത് എന്ന് ഫുൾ ഓൺ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതൊരു ടേബിൾ ആണ്, ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് കാണുന്നത്. അപ്പോൾ ഇതുപോലാണ് നമുക്ക് വെബ് പേജ് ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, നമ്മൾ ഡോക്യുമെൻറ്റ് ടൈപ്പ് HTML എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഡോക്യുമെൻറ്റ് ടൈപ്പ് HTML. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ആക്ച്വൽ HTML സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തിലാണ്, HTML എന്നുള്ള കോഡിലാണ്, ടാഗിലാണ്. സോ HTML സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ നമുക്ക് ഹെഡ് പോർഷനുണ്ട്, ബോഡി പോർഷനുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഹെഡ് കൊടുത്തു. ഹെഡിൽ നമുക്ക് ടൈറ്റിലിൽ എന്ത് വേണമെങ്കിലും സെറ്റ് ചെയ്യാം. ടൈറ്റിലായിട്ട് ഞാൻ കൊടുക്കുന്നത് എന്താണ്, ടേബിൾ. ചുമ്മാ ഒരു ടേബിളല്ലേ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ടേബിൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്തു. കുഴപ്പമില്ലല്ലോ. ഇനി നമുക്ക് യൂസർ കാണുന്ന ബോഡി പോർഷനിലേക്ക് പോകാം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഹെഡ് ക്ലോസ് ചെയ്തു. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ബോഡി പോർഷനിലേക്ക് പോകാം. ഈ ബോഡി പോർഷനിലാണ് ആക്ച്വലി ആ ഒരു ടേബിൾ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത് ആണല്ലോ. അപ്പോൾ ബോഡിയിൽ നമുക്ക് ആകെ ഒരു ടേബിൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതിനൊരു ഹെഡിങ് ഉണ്ട്, സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് എന്നൊരു ഹെഡിങ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ബോഡിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഹെഡിങ് കൊടുക്കാം. എന്താണ്, H2 അല്ലെങ്കിൽ H1 കൊടുത്തിട്ട് ഒരു ഹെഡിങ് കൊടുക്കാം. എന്താണ്, സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ്. നോക്കട്ടെ, സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ്. ഓക്കെ, സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് അത് എഴുതി കൊടുത്തു. ഓക്കെ, അതൊരു എന്താണ്, ഒരു ഹെഡിങ് ആയതുകൊണ്ട് ഞാനത് H1ലോ H2ലോ ആക്കി കൊടുക്കുക. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് എന്താ വേണ്ടത്, ഒരു ടേബിൾ വേണം അല്ലേ. ടേബിളിന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന എന്താണ്, ടേബിൾ എന്നുള്ളൊരു ടാഗാണ്. അപ്പോൾ ഞാൻ എന്ത് എഴുതി, ടേബിൾ എന്നുള്ളൊരു ടാഗ് എഴുതി. ഓക്കെ, സോ ടേബിൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ബോർഡർ സെറ്റ് ചെയ്യണം. സോ ബോർഡർ =1 കൊടുത്തു. ടേബിളിൽ നമ്മൾ എന്ത് ചെയ്തു, ബോർഡർ =1 വന്നാൽ മാത്രമേ റോയും കോളവും അവിടെ ഡ്രോ ആവത്തുള്ളൂ. ഇനി ടേബിളിനകത്തേക്ക് നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്, ടേബിളിൻ്റെ റോസ് സെറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ആദ്യത്തെ റോയാണ് നെയിം, ബ്രാഞ്ച്, മാർക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ടേബിളിൻ്റെ റോയിലേക്ക് പോവുകയാണ്. TR സെറ്റ് ചെയ്തു. TRനകത്തുള്ള ഡേറ്റ അതെന്ന് പറഞ്ഞാൽ എന്താണ്, ടേബിൾ ഹെഡിങ് ആണ് അല്ലേ. നമുക്ക് ഈ ടേബിളിൻ്റെ ഹെഡിങ് ആണ് നെയിമും ബ്രാഞ്ചും മാർക്കും. അപ്പോൾ എന്ത് ചെയ്തു, THൽ നമുക്ക് എന്ത് വേണം, നെയിം വേണം. ഓക്കെ, അതാണ് ഒരു ഡേറ്റ. അപ്പോൾ അത് അടുത്ത TH ക്ലോസ് ചെയ്തു. അടുത്ത ടേബിൾ ഹെഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, നെയിം. രണ്ടാമത്തെ ടേബിൾ ഹെഡിങ് എന്താണ്, ബ്രാഞ്ച് അല്ലേ. അപ്പോൾ എന്ത് ചെയ്തു, അത് ക്ലോസ് ചെയ്തു. അടുത്തത് മൂന്നാമത്തെ ടേബിൾ ഹെഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, മാർക്സ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു, മാർക്സ് കൊടുത്തു. നമുക്ക് TH ക്ലോസ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ഇതിൽ നെയിമും ബ്രാഞ്ചും മാർക്കും വെച്ചിട്ടുള്ള എന്ത് ചെയ്തു, ഒരു ഡേറ്റ അല്ലെങ്കിൽ ഒരു ഹെഡ് ഫില്ലായി. ഇനി നമുക്ക് എന്താ വേണ്ടത്, അടുത്ത ടേബിൾ റോ അല്ലേ. നെക്സ്റ്റ് ഇതാണ് ഒരു റോ. അപ്പോൾ ആ റോ നമുക്ക് കംപ്ലീറ്റ് ചെയ്തെന്ന് കാണിക്കണം. സോ നമ്മൾ എന്ത് ചെയ്തു, TR കൊടുത്തു. ഇനി നമ്മൾ പോകുന്നത് എന്താണ്, അടുത്ത റോയിലേക്കാണ്. ഈ അടുത്ത റോ ഞാൻ താഴോട്ട് ഇങ്ങോട്ടും എഴുതിക്കോട്ടെ. അപ്പോൾ എന്ത് ചെയ്യണം, നെക്സ്റ്റ് റോ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യണം, TR കൊടുക്കുക. ടേബിൾ റോയാണ് കൊടുക്കുന്നത്. അതിൽ ടേബിൾ ഡേറ്റയാണ് നമുക്കിനി ഫില്ല് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ടേബിൾ ഡേറ്റ അല്ലേ, ഹെഡിങ്സ് അല്ല ഡേറ്റ. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, ആര്യൻ, അത് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, ആ ടേബിൾ ഡേറ്റ ഞാൻ ക്ലോസ് ചെയ്തു. അടുത്ത ടേബിൾ ഡേറ്റ എന്താണ്, കമ്പ്യൂട്ടർ സയൻസ്. സോ TD എടുത്തിട്ട് ഞാൻ കൊടുക്കുന്നത് എന്താണ്, കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ടേബിൾ ഡേറ്റ ഞാൻ ക്ലോസ് ചെയ്തു. അടുത്ത ടേബിൾ ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, 150 എന്നുള്ള വാല്യൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അത് ക്ലോസ് ചെയ്യണം. സോ ടേബിൾ ഡേറ്റ ക്ലോസ് ചെയ്തു, 150 കൊടുത്തു. അപ്പോൾ എന്താണ്, ഈ റോ തീർന്നു. അപ്പോൾ നമ്മളെന്ത് കൊടുക്കും, TR എന്ന് പറഞ്ഞ് കൊടുക്കും. ഓക്കെ, ഇനി അടുത്ത റോ എടുക്കാം. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, TR കൊടുക്കുക. ടേബിൾ റോയാണ് നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്നത്. ടേബിൾ റോയ്ക്കകത്തുള്ള ടേബിൾ ഡേറ്റയാണ്. ഏത് ടേബിൾ ഡേറ്റയാണ്, സോനയുടെ ഇൻഫർമേഷൻ. സോ സോന എന്ന് പറഞ്ഞു കൊടുത്തു. നമ്മൾ എന്ത് ചെയ്യണം, TD, ഒരു ടേബിൾ ഡേറ്റ കഴിഞ്ഞു. അടുത്ത ടേബിൾ ഡേറ്റ എന്താണ്, ഇലക്ട്രിക്കൽ. സോ ഇലക്ട്രിക്കൽ എന്നുള്ള ഡേറ്റ കൊടുത്തു. TD, ടേബിൾ ഡേറ്റ ക്ലോസ് ചെയ്തു. അടുത്ത ടേബിൾ ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, വാല്യൂ 220. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു, /TD, ടേബിൾ ഡേറ്റ കഴിഞ്ഞു. അപ്പോൾ ഈ റോ കംപ്ലീറ്റ് ആയെന്ന് കാണിക്കാൻ വേണ്ടി എന്ത് ചെയ്തു, നമ്മൾ TR കൊടുത്ത് നമ്മൾ TR ക്ലോസ് ചെയ്തു. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, TR ക്ലോസ് ചെയ്തു.
ക്ലോസിങ് ടാഗായിട്ട് തന്നെ കൊടുക്കണേ. ഇവിടെ ടേബിൾ ഡേറ്റ, ടേബിൾ റോ ക്ലോസ് ചെയ്തു, ഇവിടെ നമ്മൾ ടേബിൾ റോ ക്ലോസ് ചെയ്തു. ഇങ്ങനെ എല്ലാ റോസും നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അവസാനത്തെ ഡേറ്റ നോക്കാം, സനില. ഓക്കെ, സോ സനിലയുടെ ഡേറ്റ കൊടുക്കാൻ പോവുകയാണ്. സോ നമ്മൾ ടേബിൾ റോയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ടേബിൾ റോയ്ക്കകത്തുള്ള ടേബിൾ ഡേറ്റയാണ് സെറ്റ് ചെയ്യുന്നത്. ആദ്യത്തെ ഡേറ്റ എന്താണ്? സനില എന്നുള്ള ഡേറ്റ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആ ഒരു ഡേറ്റ ക്ലോസ് ചെയ്തു, TD ക്ലോസ് ചെയ്തു. അടുത്ത എന്താണ്? നെക്സ്റ്റ് ടേബിൾ ഡേറ്റയാണ് കമ്പ്യൂട്ടർ സയൻസ്. ഇതാണ് ഫില്ല് ചെയ്യുന്നത്, കമ്പ്യൂട്ടർ സയൻസ്. ഓക്കെ, അത് കൊടുത്തു. എന്നിട്ട് നമ്മൾ ആ ഡേറ്റ ക്ലോസ് ചെയ്തു. അടുത്തെന്ന് പറഞ്ഞാൽ എന്താണ്? നെക്സ്റ്റ് ഡേറ്റ വാല്യൂ എന്താണ്? 250. അപ്പോൾ എന്ത് ചെയ്തു? നമ്മൾ അതൊന്ന് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി ആ റോ നമ്മൾ ഫിനിഷ് ചെയ്തു. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു? TR കൊടുത്തു. അപ്പോൾ ഇത്രയും കഴിയുമ്പോഴേക്കും നമുക്ക് എന്താണ്? നമ്മൾ ടേബിൾ ഫോർമേഷൻ കംപ്ലീറ്റ് ആയി. അപ്പോൾ ടേബിൾ തീരുമ്പോഴേക്കും എന്ത് ചെയ്യണം? നമ്മൾ ഓപ്പൺ ചെയ്ത ടേബിളിൻ്റെ ടാഗ് ക്ലോസ് ചെയ്യണം. പിന്നെ നമ്മളുടെ ബോഡി ടാഗ് ക്ലോസ് ചെയ്യണം. പിന്നെ നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ HTML ക്ലോസ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കോഡ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്തു? ഹെഡ് പോർഷൻ സെറ്റ് ചെയ്തു. നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ദെൻ സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് എന്നാണ് നമ്മളൊരു ഹെഡിങ് ടേബിളിന് കൊടുക്കേണ്ടത്, അത് കൊടുത്തു. പിന്നെ ടേബിളിനകത്തുള്ള ഓരോ എൻട്രീസ് നമ്മൾ മെൻഷൻ ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഫൈനലി നമ്മൾ ആ ടേബിളിനെ സെറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാണ് ടേബിൾ ഡേറ്റ അല്ലെങ്കിൽ ടേബിൾ ക്രിയേഷൻ ഇൻ HTML.